കടലെടുക്കിൽ ഇറാൻ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്ക വെടിനിർത്തൽ കരാറ് ലംഘിച്ചിരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പുതിയ നീക്കം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുഎസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ അവകാശവാദം ഉണ്ടായിരുന്നത് തങ്ങളാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നത് എന്നതാണ്. അതിന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായി. എന്താണ് ഇറാൻ്റെ മുമ്പിൽ ഇനി അമേരിക്കയെ നേരിടുന്ന ശേഷിക്കുന്ന ഏറ്റവും വലിയൊരു നീക്കം എന്ന് പറഞ്ഞാൽ? ഒരു യുദ്ധത്തിൽ പല ഘടകങ്ങളാണ് അതിൽ പങ്കെടുക്കുന്ന ആളുകളെ വിജയികളും അതേപോലെ തന്നെ പരാജിതരുമൊക്കെ മാറ്റും. ഇറാൻ്റെ കാര്യത്തിൽ ഇറാൻ്റെ ജോഗ്രഫിക്കൽ കണ്ടീഷൻസ് ഇറാനെ കുറേ സംരക്ഷിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒപ്പം അവരുടെ പരിമിതികൾ മനസ്സിലാക്കി അവർ സെലക്ട് ചെയ്ത യുദ്ധത്തിൻ്റെ രീതികളും പ്രധാനപ്പെട്ടതാണ്. അവരൊരേ ആയുധം മാത്രമാണ് ഈ യുദ്ധത്തിൽ കാര്യമായിട്ട് ഉപയോഗിച്ചത്, അത് മിസൈലുകളാണ്. ആ മിസൈലുകളിൽ നിരന്തരമായിട്ട് പരീക്ഷണം നടത്തി കുറേ കാലമായിട്ട് അവർ അവരുടെ യുദ്ധസന്നാഹങ്ങൾ സജീവമാക്കി നിർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അവർക്ക് വിമാനങ്ങൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്യാനായിട്ടുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് അവരുടെ ആകാശം അവർ തുറന്നു കൊടുത്തു. ആ തുറന്ന് ഇരിക്കുന്ന ആകാശത്തോടുകയാണ് ശത്രു കടന്നു വന്ന് അവരുടെ കൊട്ടാരവും അതേപോലെ തന്നെ അവരുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെയൊക്കെ കൊന്നു കുഴിച്ചു മൂടിയത്. ശരി, അത് വൻ പരാജയമാണ് അവരെ സംബന്ധിച്ച്. പക്ഷേ അങ്ങനെ പരാജയം നടക്കുമ്പോഴും അവർക്ക് അറിയാം ശത്രുവിനെ ഉപദ്രവിക്കാനായിട്ട് ഇവിടെ നിന്ന് തന്നെ അസ്ത്രം തൊടുത്താൽ മതി, അല്ലെങ്കിൽ മിസൈലുകൾ അയച്ചാൽ മതി എന്നുള്ളത്. അങ്ങനെ വളരെ ശക്തരെന്ന് വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ഇസ്രായേലിന് എതിരെ നിരന്തരം അവർ മിസൈലുകൾ അയക്കുകയും ഇസ്രായേലിന് പരിക്കുണ്ടാക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ ശരീരഭാഗങ്ങൾ ഇടക്കിടക്ക് അവർ അടച്ച് ഉടച്ച് താർത്ത് തരിപ്പണമാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അമേരിക്കക്കെതിരെയും അവരുടെ മിസൈൽ പ്രയോഗങ്ങൾ നടത്തി അവരുടെ വലിയ വിലയുള്ള വിമാനങ്ങൾ അടിച്ച് തകർത്തിട്ടു. ഇതൊക്കെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്തുമാരെ നുണ പറയാൻ പറ്റുന്ന ഒരു സ്ഥിതി ഈ കാര്യത്തിലില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു വശത്ത് വളരെ കൃത്യമായിട്ടുള്ള ശക്തി അവർ കാഴ്ചവെക്കുകയും അത് തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെയാണ് ഈ യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തണമെങ്കിൽ കരയുദ്ധം എന്ന് പറയുന്നത് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. കരയുദ്ധം ആരംഭിക്കുന്നതിൽ ഉള്ള പരിമിതി എന്ന് പറയുന്നത് എളുപ്പമല്ല. അമേരിക്കക്കോ അമേരിക്ക പട്ടാളക്കാർക്കോ ഇറാൻ്റെ ഈ മരുഭൂമികളിലേക്ക് നുഴഞ്ഞു കയറി യുദ്ധം ചെയ്ത് വിജയിക്കൽ എന്ന് പറയുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ജോഗ്രഫിക്കലി ഒരുവിധം കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിലാണ് അവർ കിടക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, അക്കാര്യത്തിൽ വിജയം നേടാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൽ ഇത്ര കാലം എന്തുകൊണ്ട് പിടിച്ചു നിന്നു എന്ന ഗൗതമിൻ്റെ ചോദ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ഉത്തരം ഇതാണ്. അവരുടെ അനുകൂലമായ സാഹചര്യങ്ങളെ ഫലപ്രദമായിട്ട് അവർക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. ഒപ്പം അവർക്ക് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അവരൊന്നും ചെയ്യാതെ കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് ഹോർമുസ് കടലെടുക്ക് അവരെന്ത് ചെയ്യുന്നു, വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഇതടച്ചാൽ, ഇതിൽ തടസ്സം വന്നാൽ ലോകത്തുള്ള ഏതാണ്ട് ഊർജ കയറ്റുമതി എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് അല്ലേ, അത് സമ്പൂർണ്ണമായിട്ട് താർന്നു പോകും. എന്നുവെച്ചാൽ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഫ്രീസ് ചെയ്യുന്നൊരു ജോലി തങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും എന്ന് ഇറാൻ തിരിച്ചറിയുകയും അവരുടെ ശക്തി അതാണെന്ന് മനസ്സിലാക്കുകയും അത് അവർ പ്രയോഗത്തിൽ കൊണ്ടുവരികയും ചെയ്തു. വലിയ ശക്തിയായിട്ടുള്ള അമേരിക്കയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിഭീകരമായിട്ടുള്ള അക്രമം നടത്തി വേണമെങ്കിൽ അത് മുഴുവനും നശിപ്പിക്കുമെന്ന് മാത്രമല്ല, അവിടെ പ്രശ്നം അതാണ്. ഇത് നശിപ്പിക്കണോ വേണ്ടെന്നുള്ളതാണ്. നശിപ്പിക്കാൻ അവർക്ക് എളുപ്പത്തിൽ കഴിയും, പക്ഷേ അത് വിജയകരമായിട്ട് പിടിച്ചെടുക്കാനായിട്ട് അമേരിക്ക കഴിയില്ല. അല്ല, ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ യോദ്ധാവ് എന്ന് പറയുന്നത് ഇറാൻ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവർ തോൽക്കണമെങ്കിൽ ആദ്യത്തെ പ്രഹരത്തിൽ തോൽക്കേണ്ടതായിരുന്നു. ആദ്യത്തെ പ്രഹരം എന്ന് പറയുന്നത് അസാധാരണവും അത്യപൂർവമായിരുന്നു. അവരുടെ ആയത്തുള്ള ഖമേനിയും അതേപോലെ തന്നെ വളരെ ഉയർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണായി കളഞ്ഞു. അപ്പോൾ ലോകം കരുതി, ഇസ്രായേൽ കരുതി, ട്രംപ് കരുതി ഞങ്ങൾ വിജയിച്ചെന്ന്. പക്ഷേ അവർക്കൊരു പരിക്കും ഇല്ലാത്ത പോലെ അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവിടെ ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ആ സിസ്റ്റം ഒരു നേതാവില്ലാതെ അതിൻ്റെ പേരിൽ പ്രവർത്തിക്കാത്തതല്ല. നിരവധി ആളുകളെ വെച്ചിട്ട് ആ സിസ്റ്റത്തെ അവർ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നാമൻ പോയി, രണ്ടാമൻ പോയി, മൂന്നാമൻ പോയി, പിന്നെയും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതാണിപ്പോൾ ഇറാൻ ലോകത്തിന് നൽകുന്ന പാഠം എന്ന് പറയുന്നത്. ഞങ്ങളുടെ എത്ര നേതാക്കളെ നിങ്ങൾ തീർത്താലും
ഞങ്ങളിങ്ങനെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല ഇസ്രായേലിനെയും അമേരിക്കയെയും പാഠം പഠിപ്പിക്കാനായിട്ട് ആയിരക്കണക്കിന് മിസൈലുകൾ ഇപ്പോൾ അവരുടെ അണ്ടർഗ്രൗണ്ട് സംവിധാനത്തിനകത്ത് സുരക്ഷിതമായിരിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്ക വലിയ ബോംബർ വിമാനങ്ങൾ കൊണ്ടുവന്ന് ബോംബിട്ട് അവരുടെ ഈ അണ്ടർഗ്രൗണ്ട് സംവിധാനത്തെ മുഴുവൻ തകർത്തു എന്നൊക്കെ പറഞ്ഞ് അട്ടഹസിക്കുക എന്നല്ലാണ്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ. ബോംബിട്ടെന്നുള്ളത് ശരിയാണ്, പക്ഷേ അവർക്കതിന് പരിക്കില്ലാത്ത രീതിയിൽ അത്രമാത്രം ആഴത്തിലുള്ള ഭൂഗർഭ അറവുകളിലാണ് അവരുടെ ഈ ന്യൂക്ലിയർ നിലയങ്ങൾ പോലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സമ്പുഷ്ടീകരിച്ച ആ യുറേനിയം എന്ന് പറയുന്നത് ഞങ്ങളുടെ പക്കലുണ്ടെന്നാണ് അവർ പറയുന്നത്. തരില്ല ഇനി എന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു ഹീറോയിക് വേർഷൻ അവർക്ക് ഈ യുദ്ധത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആത്യന്തികമായി ഇറാൻ്റെ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇറാൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ അവർക്ക് കനത്ത നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, എങ്കിലും അവർ തോൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. പഴയ നമ്മുടെ ഈ ഹെമിംഗ്വേയുടെ ഒരു വാചകമുണ്ട്. ഇതാണ്, നിങ്ങൾക്ക് വേണേൽ ഞങ്ങൾ നശിപ്പിക്കാം, പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഇറാൻ അമേരിക്കയെ കൈചൂണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ്. അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഇപ്പോഴും നശിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ കരുതുന്നത് ഇറാന്, പക്ഷേ ഇറാന് തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഇറാൻ പറയുന്നു. ഇറാൻ അത്രമാത്രം ആത്മവിശ്വാസമുണ്ട്, ധൈര്യമുണ്ട്. ചത്താപ്പച്ച നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്ന കാര്യം നിൽക്കണം. അവർ മരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ചെയ്യുന്നത്, നീ വാ എന്നും പറഞ്ഞു. അതുകൊണ്ടാണ് അമേരിക്ക ശരിക്കും പരാജയപ്പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അമേരിക്ക ഒരിക്കൽ കൂടി ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. അമേരിക്ക ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനെ തുറന്നു കാട്ടപ്പെടുന്നത്. വിയറ്റ്നാം യുദ്ധം മുതൽ നമ്മളിങ്ങോട്ട് പരിശോധിച്ചാൽ എല്ലാ സ്ഥലത്തും വൻ പരാജയം ഏറ്റുവാങ്ങിയ ഒരു രാഷ്ട്രമാണ് അമേരിക്ക. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്, ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അവർ തന്നെയാണ്. പക്ഷേ അവർ ഇതേപോലെ ഒരുപാട് ഇടങ്ങളിൽ പോയി പരാജയം ഏറ്റുവാങ്ങിയ ഒരു സർക്കാർ കൂടിയാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് അവരവിടെ. ഇപ്പോൾ എന്തിനാണ് ഇറാനെതിരെ യുദ്ധത്തിന് പോയതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല. അവർ ആ അണുവായുധങ്ങൾ നിർമ്മിച്ചോ? അതിന് ഇവർക്കെന്താണ്? അണുവായുധം നിർമ്മിക്കുന്ന എത്രയോ രാഷ്ട്രങ്ങളാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളത്. അവർക്കൊക്കെ എതിരെ യുദ്ധം ചെയ്യാൻ നടക്കിയവർ. അപ്പോൾ അത് ഒരു കാരണം മാത്രമാണ്. മനസ്സിലായി? ഈ ചെന്നായ് ആട്ടിൻകുട്ടിയെ പിടിച്ചു നിന്നതിനുവേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ഉപാധി, നീ എന്തിനാ എൻ്റെ വെള്ളം കലക്കിയെന്ന് പറഞ്ഞിട്ട് പിടിച്ചു തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇറാനോട് ഗൾഫ് രാജ്യങ്ങൾ പുലർത്തുന്ന നിലപാടുണ്ടല്ലോ, അത് അവർക്കൊരു തിരിച്ചടിയല്ലേ? അത് തിരിച്ചടിയാവണം. എങ്ങനെയാണ്? ആർക്കിട്ടാണ് അടി കൊടുക്കേണ്ടത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അമേരിക്കയിൽ പോയിട്ട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അമേരിക്കയിൽ പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ട് അമേരിക്കയ്ക്ക് താവളം കൊടുത്ത ഗൾഫ് രാഷ്ട്രങ്ങളെ അടിക്കണം. അത് യുദ്ധതന്ത്രത്തിൽ ഏറ്റവും ശരിയായിട്ടുള്ള തന്ത്രമാണ്. അതിലാണ് ഇറാൻ വിജയിച്ചിരിക്കുന്നത്. അതിൽ പരാജയമില്ല. അതങ്ങനെ തന്നെ അടിക്കണം, അവർക്കിട്ട് അടി കൊടുക്കേണ്ടതാണ്. അവരെന്തിനാണ് ഈ അമേരിക്കയെ ഒരാവശ്യമില്ലാതെ അവർക്ക് സൈന്യ താവളം നിർമ്മിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനുമൊക്കെ അവരുടെ ഇടം കൊടുക്കുന്നത്? ഇവരുടെ എണ്ണം ഓട്ടിക്കാൻ നടക്കുന്ന വരുത്താൻ. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ മോട്ടാവാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം വെനിസലയിലെ എണ്ണ ഇപ്പോൾ അവർ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇറാനാണ്, അതും അവർക്ക് സ്വന്തമാണം എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപാരവും വ്യവസായവും തന്നെയാണ്. അതെ, ആ വ്യാപാരവും വ്യവസായത്തിന് വേണ്ടിയിട്ട് അവർ അമേരിക്കയ്ക്ക് എന്തിന് കപ്പം കൊടുക്കണം എന്ന് പറയുന്ന ഒരു ചോദ്യത്തിലേക്ക് ഇപ്പോൾ അവർ വരികയാണ് ചെയ്യുന്നത്. അവർക്ക് അവരുടേതായിട്ടുള്ള പട്ടാളവും സുരക്ഷയുമൊക്കെ അവർക്ക് നിർമ്മിച്ചെടുക്കേണ്ടത് ആവശ്യമുണ്ട് എന്ന് പറയുന്ന പാഠം കൂടി ഈ യുദ്ധം യഥാർത്ഥത്തിൽ അവരെ പഠിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇറാഖ് വലിയ ശക്തിയായിരുന്നു. ഇറാഖ് വലിയ ശക്തിയായ സമയത്ത് ഇറാഖ് ചെയ്തത് തോന്നിയ ദിവസം എന്താണ്? അവർ പോയി കുവൈറ്റിനെ ആക്രമിച്ചു. ഈ ഒരു ഗൾഫ് രാഷ്ട്രം അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രം വളരെ ശക്തമായിട്ടുള്ള, വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തോന്നിയാസം എന്ന് പറയുന്നത് മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങളെ ആക്രമിക്കുക. അപ്പോഴാണ് അവർക്ക് അമേരിക്കയുടെ അടുത്ത് പോകേണ്ടി വരുന്നത്, അമേരിക്കയുടെ സഹായം തേടേണ്ടി വരുന്നത്. കുവൈറ്റ് ചെയ്ത് അങ്ങനെയാണ്. അമേരിക്കയെ ക്ഷണിച്ചു, അമേരിക്ക വന്നു, അമേരിക്ക ഇറാഖിനടിച്ചു, ഇറാഖിനെ തകർത്തരിപ്പണമാക്കി, അവരുടെ പാവ സർക്കാരിനെ അവിടെ ഉണ്ടാക്കി, അവിടുത്തെ എണ്ണ മുഴുവൻ കൊള്ളയടിച്ചു. അപ്പോൾ ആവശ്യമുണ്ട് ഇതിനകത്ത്. ഇറാനിനെ ഈ യുദ്ധത്തിൻ്റെ ഈ സമയത്ത് അടിക്കുന്നതിൽ കുഴപ്പമില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇറാൻ വലിയൊരു സൈനിക ശക്തിയാണെന്ന് ഇപ്പോൾ അറിയാമെന്നല്ലോ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ സൈനിക ശക്തി ഉപയോഗിച്ച് അവർ ഗൾഫ് രാഷ്ട്രങ്ങളെ അടിക്കാൻ തീരുമാനിച്ചാൽ അത് മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് പൊതുവിൽ ഉണ്ടാകുന്ന ഒരു ദുരന്തമായി മാറും. ഇറാഖിന് സംഭവിച്ച ദുരന്തം ഇറാനും വേണമെങ്കിൽ ഉണ്ടാകാം.